മലയാളികളുടെ വാനമ്പാടിയാണ് KS ചിത്ര. അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി 22 നടക്കുമ്പോൾ ഉച്ചയ്ക്ക് 12:20 ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം എല്ലാവരും ജപിച്ചുകൊണ്ടിരിക്കണമെന്നും അതുപോലെ വൈകുന്നേരം 5 തിരിയിട്ട വിളക്ക് വീടിന്റെ നാനാഭാഗത്തും തെളിയിക്കണം, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പൂർണ്ണമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിത്രയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമം വഴി പുറത്തു വന്നിരുന്നു. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇവിടുത്തെ സൈബർ ഇടങ്ങളിലൊക്കെ രൂക്ഷമായ വിമർശനമായിരുന്നു ചിത്രക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ചിത്രക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗായകൻ സൂര്യൻ സന്തോഷ് രംഗത്തെത്തുകയും ചെയ്തു. പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത മറക്കുന്നുവെന്നും എത്രയെത്ര KS ചിത്രമാർ തന്റെ സ്വരൂപം കാട്ടാൻ ഇരിക്കുന്നുവെന്നുമാണ് സൂര്യൻ സന്തോഷ് പറഞ്ഞത്. സൂരജ് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു ഈ ഒരു വിമർശനം നടത്തുകയും ചെയ്തത്. നേരത്തെയും സമാനമായ വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ സൂരജ് സന്തോഷ് തയ്യാറായി മുന്നിട്ട് വന്നിട്ടുണ്ട്. സൂരജിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കതയാണ്. സൂരജ് തന്റെ പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു: വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു, ഓരോന്നായി എത്ര KS ചിത്രമാർ തനി സ്വരൂപം കാട്ടാൻ ഇരിക്കുന്നു, കഷ്ടം പരമകഷ്ടം എന്നായിരുന്നു സൂരജ് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് കേവലം ഒരാഴ്ച മാത്രം ശേഷിക്കുകയാണ് കേരളത്തിൽ ഇത്തരം ഒരു വിവാദത്തിന് തിരി കൊളുത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. നമുക്കറിയാം, 2 ആഴ്ച മുമ്പ് ശോഭനയായിരുന്നു ഇത്തരം സൈബർ ആക്രമണത്തിൽ നേരിട്ടത്. പ്രധാനമന്ത്രിയുടെ നാരീശക്തി പരിപാടിയിൽ പങ്കെടുത്തതിൽ ശോഭനെ ഇടത് സൈബർ ഇടം അങ്ങനെ സംഖ്യയാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ശോഭന BJPയുടെ പരിപാടിയിൽ പങ്കെടുത്തതും BJP പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചതും ഒക്കെയായിരുന്നു രൂക്ഷമായ സൈബർ ആക്രമണത്തിൽ വഴിവെച്ചതും. അതിനുശേഷം ശോഭനെ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷ് ശോഭന ഒരു പൊതു സ്വത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ശോഭനയ്ക്ക് ശേഷം ഇപ്പോൾ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സൈബർ ആക്രമണം നേരിടുകയാണ് ചിത്ര. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ദിവസം എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വിളക്ക് തെളിയിക്കണമെന്നുമാണ് ഗായിക KS ചിത്ര വീഡിയോയിലൂടെ പറഞ്ഞത് വാക്കുകൾ. എന്നാൽ അതിന് ഒട്ടേറെ വിമർശനവുമായി നിരവധി ആളുകളാണ് രംഗത്തെത്തിയത്. ഇപ്പോൾ ഇതാ വിവാദങ്ങളുടെ പ്രതികരണവുമായി ഗായകൻ G വേണുഗോപാലും എത്തിയിരിക്കുകയാണ്. ചിത്രയുടെ വീഡിയോയ്ക്ക് പിന്നാലെ വന്ന വിവാദത്തിൽ നിന്ന് ചിത്രയെ ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം കുറിപ്പിൽ പറയുന്നത്. സംഭവത്തിന് ശേഷം ചിത്രയെ അപമാനിച്ചും ഒറ്റപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുമുള്ള പോസ്റ്റുകളോടാണ് വേണുഗോപാലിന്റെ ഈ പ്രതികരണം. വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഈ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി KS ചിത്രയെ അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രയുടേതായി ഒരു വീഡിയോ വന്നത് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ ഇടയായി. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പ്രാർത്ഥനാ നിരതരാവേണ്ടതിനെ കുറിച്ചായിരുന്നു വീഡിയോ. തുടർന്ന് ആ മഹാഗായികയെ ആരും സ്നേഹിച്ചു പോകുന്ന വ്യക്തിത്വത്തെ അപമാനിച്ചും അവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്നുവരെ യാതൊരു വിധത്തിലുമുള്ള കോൺട്രവേഴ്സികളിലും ഉൾപ്പെടാത്ത ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വല്ലാത്ത സങ്കടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ 44 വർഷങ്ങളിൽ ചിത്ര പാട്ടുപാടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വായനയോ എഴുത്തോ രാഷ്ട്രീയ അഭിമുഖ്യമോ ചിത്രയ്ക്കില്ല. ഈ ഒരു വിഷയത്തിലും ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഒരു വലിയ അമ്പലവും അതിനോടുള്ള ഭക്തിയും മാത്രം. സംഗീതം, ഭക്തി, സാധന, സ്നേഹം, സമഭാവന ഇതിനപ്പുറം ഒന്നും അവരുടെ ചിന്താമണ്ഡലത്തിലില്ല. ചിത്ര ചെയ്ത ജോലിയുടെ ആഴവും വ്യാപ്തിയും നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും: അവർ പാടിയ ഓരോ പാട്ടിലും 90% അതിലധികമോ അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. ശാരീരിക വിഷമതകൾ അനുഭവിക്കുമ്പോഴും ഒരു വേദിയിൽ പോലും ചിത്രയുടെ ശബ്ദമിടറി ഞാൻ കണ്ടിട്ടില്ല. ഈ ഭൂമിയിലേക്ക് പാടുക എന്ന കർമ്മമനുഷ്ഠിക്കാൻ മാത്രം വന്നു ചേർന്ന ഒരു മഹാപ്രതിഭയാണ് ചിത്ര എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം മാത്രം. ഇത്രയും ഗാനങ്ങൾ നമുക്ക് പാടുത്തുന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടി. വൈകുന്നേരം 4 നാമം ജപിക്കട, ഞായറാഴ്ച തോറും പള്ളിയിൽ പോ, 5 നേരം നിസ്കരിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്ന അമ്മമാരും മുതിർന്ന ചേച്ചിമാരും ഇല്ലാത്ത ഒരു വിപ്ലവകാരിയുടെ വീട് പോലും ഉണ്ടാകില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആരും അവരെ ഉപേക്ഷിക്കുകയോ ബന്ധം വേർപെടുത്തുകയോ ചെയ്യാറില്ല. സമൂഹ മാധ്യമമാകുന്ന ഈ പുതിയ കളിപ്പാട്ടത്തിൽ നമ്മൾ മലയാളികൾ അഭിനമിക്കുന്നു. ധൈര്യപൂർവ്വം നമ്മൾ അതിലൂടെ നേരിന്റെ ഒരരികു ചേർന്ന് നടക്കാറുണ്ട്. പലപ്പോഴും ചിലപ്പോൾ കർശനമായ തിട്ടൂരങ്ങളും നമ്മൾ പുറപ്പെടുവിക്കാറുണ്ട്. ചിത്രയുടെ കാര്യത്തിൽ എന്ന പോലെ നമ്മൾ മലയാളികൾക്ക് ലോകോത്തരം എന്ന ലേബലിൽ സംഗീത ലോകത്തിന്റെ നിറകയിൽ ചൂടിക്കാൻ ഒരു ചിത്രയും ഒരു യേശുദാസും ഒക്കെയാണ് ഉള്ളത്. ഒരു മനുഷ്യായുസ്സിൽ ചെയ്യാൻ സാധിച്ചതിൽ എത്രയോ അധികം ഇവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത് മുഴുവൻ കേട്ട് ആസ്വദിക്കാൻ കൃത്യമായി വിലയിരുത്താൻ നമുക്ക് പോരാ ഒരു മനുഷ്യായുസ്. ഈ വ്യക്തികളോട് നിങ്ങൾക്ക് നിസ്സഹരിക്കാം, വാക്കുകൾ മുഖവില കെടുക്കാതിരിക്കാം. ഇവരാരും രക്തം ചീന്തിയ വഴികളിലൂടെ വന്ന് അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവരല്ല. ഇവർ ശ്രുതിയിലും താളത്തിലും ഭാവാത്മകമായി നമ്മുടെ ഗാനലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയവരാണ്. അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് മാത്രമാണ് എന്റെ അഭ്യർത്ഥന.
എന്നാണ് വേണുഗോപാൽ തന്റെ ഫേസ്ബുക്കിലൂടെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ചിത്രയെ പിന്തുണച്ച് സംസാരിച്ചിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നത്. ക്ഷമിക്കാൻ എന്തിന് അഭ്യർത്ഥിക്കണം? തെറ്റ് ചെയ്തവരല്ലേ ക്ഷമിക്കേണ്ടത്? ചിത്ര ചേച്ചി എന്ത് തെറ്റാണ് ചെയ്തത്? ജി വേണുഗോപാലിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി, പക്ഷെ അവസാനം ചിത്രയോട് ഒരു വട്ടം ക്ഷമിച്ചുകൂടെ എന്ന് ചോദിച്ചത് എന്തിനാണ് മനസ്സിലായില്ല. എന്തിനാണ് ചിത്രയോട് ക്ഷമിക്കേണ്ടത്? അതിലുപരി ആരാണ് ചിത്രയോട് ക്ഷമിക്കേണ്ടത്? മലയാളത്തിന്റെ അഭിമാനമായ KS ചിത്രയ്ക്കെതിരെ ഉയർന്ന അനാവശ്യ വിമർശനങ്ങൾ അപലപിക്കുന്നവരോട് പകരം അവരെ ഒരു തവണ ക്ഷമിച്ചുകൂടെ എന്ന് യാചിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് വരുന്ന കമന്റുകൾ. ചിത്ര അരുതാത്തത് എന്തോ ചെയ്തു എന്നല്ലേ തോന്നുന്നത് അത് ഉണ്ടാകുന്നത്? ഒരു പ്രാവശ്യമെങ്കിലും ക്ഷമിക്കാൻ അവർ എന്ത് തെറ്റ് ചെയ്തു? ആ വാചകം തന്നെ താങ്കൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. എന്നാൽ ചിത്രയ്ക്ക് പിന്തുണ അർപ്പിച്ചു വരുന്നവരും ആ കൂട്ടത്തിൽ ഉണ്ട് എന്ന് വേണം പറയാൻ. ചിന്തിക്കാനും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഈ വാചകങ്ങളാണുള്ളത്. ഇത് നിലനിർത്തുന്നിടത്തോളം ആരെയും ഭയപ്പെടുത്തേണ്ടതോ തൃപ്തിപ്പെടുത്തേണ്ടതോ ഇല്ല. ഇനി ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു പോകരുത്, പറഞ്ഞാൽ ഇനിയും അവഹേളിക്കുമെന്നാണ് ഈ സോഷ്യൽ മീഡിയ അവഹേളനക്കാർ ഉദ്ദേശിക്കുന്നത്. ആ കുരയ്ക്കുന്നവരോട് എണ്ണത്തിൽ 100 മടങ്ങ് ജനം പുറത്ത് ചിത്രചേച്ചിക്ക് സപ്പോർട്ടുമായിട്ടുണ്ട്. അവഹേളിക്കുന്നവരെ നിലയ്ക്ക് നിർത്താനുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ചിത്രചേച്ചി സ്വന്തം വിശ്വാസം സ്വാതന്ത്ര്യമായി പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും അവഹേളനക്കാരെ വകവെക്കാതെ അവരവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചാൽ ഇവരൊക്കെ തന്നെ വായടയ്ക്കും, ഇല്ലെങ്കിൽ ജനം വായടപ്പിക്കും എന്നൊക്കെയാണ് കമന്റുകൾ വേണുഗോപാലിന്റെ ഈ പോസ്റ്റിൽ നിറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അയോധ്യയിൽ നിന്നുള്ള അക്ഷതം KS ചിത്ര സ്വീകരിച്ചത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘം എറണാകുളം വിഭാഗം സഹകാര്യവാഹക രാജേഷാണ് ചിത്രയുടെ വീട്ടിലെത്തി അക്ഷതം നൽകിയത്. കൂടാതെ ലഘുലേഖയും ക്ഷണപത്രവും ചിത്രയ്ക്ക് നൽകുകയും കൈമാറുകയും ചെയ്തിരുന്നു. നേരത്തെ നടൻ മോഹൻലാൽ, മന്ത്രി KB ഗണേഷ് കുമാർ, ദിലീപ്, കാവ്യമാധവൻ, ഉണ്ണി മുകുന്ദൻ, ശ്രീനിവാസൻ തുടങ്ങിയ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സൈബർ ആക്രമണം നേരിടുന്നത് സ്ത്രീകൾ മാത്രമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതെ, ചിത്രയുടെ വിശ്വാസത്തിന്റെ ഭക്തിയുടെ ശരിയായ മുഖം തുറന്നു കാട്ടിയെന്നേ ഉള്ളൂ. അവരുടെ വിശ്വാസം അവർ സ്വതന്ത്രമായി പ്രകടിപ്പിച്ചു എന്നും. എന്നിട്ടും അവരെ സംഖ്യയാക്കി സൈബർ സഖാക്കൾ എന്ന് വേണം പറയാൻ. എന്തേ അവർക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തില്ലേ? എന്തേ അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഈ സമൂഹത്തിൽ? അവരും ഈ പറഞ്ഞ പോലെ ഒരു പൊതു സ്വത്ത് തന്നെയല്ലേ?